നമസ്കാരം എല്ലാവർക്കും ജസ്റ്റ് എ മിനിറ്റ് വിത്ത് അനൂസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെജ് പിസ്സയാണ്. പനീർ കൊണ്ടാണ് ചെയ്യുന്നത്. അത് ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ പ്രത്യേകത. ഈ പനീറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരു നോൺ വെജ് ചിക്കൻ പിസ്സ വേണമെങ്കിൽ ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. വെജ് പിസ്സ അങ്ങനെ തയ്യാറാക്കാൻ തുടങ്ങാം. പനീർ വെജ് പിസ്സയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം 1 കപ്പ് മൈദ, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതിനകത്ത് 1/4 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റൊട്ടി പോലെയാവും. ഇത് പൊങ്ങി വരാൻ വേണ്ടിയാണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എടുക്കുക. കട്ടിയാവരുത് കേട്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കണം. എന്നാലേ നമ്മുടെ പിസ്സ നമ്മൾ വിചാരിക്കുന്ന പോലെ വരുള്ളൂ. പിസ്സ ബേസ് റെഡിമെയ്ഡായിട്ടും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അങ്ങനെയുള്ളവർക്ക് പിസ്സ ബേസ് വാങ്ങിക്കുന്നവർക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. വയ്ക്കുക. നമ്മൾ കുഴച്ച് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അതായത് പിസ്സ സോസ് ഉണ്ടാക്കാൻ. ഇത് അതുവരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാം. പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു. അതിലേക്ക് കുറച്ച് ഉണക്കമുളക് പൊടിച്ചത്, ഉണക്കമുളക് ചതച്ചത് കുറച്ചേ ഇടാവൂ. കുറച്ച് ഒറിഗാനോ ലീവ്സ് ആഡ് ചെയ്യുക. ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, ലേശം ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിച്ചത് ഇളക്കി കൊടുക്കും. നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. പിസ്സയുടെ ടോപ്പിംഗ്. ഈ പിസ്സയുടെ ടോപ്പിംഗ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ, പനീർ ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ,
ഗരം മസാല. ഇത് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ പൊടികളൊക്കെ ഒന്ന് ഇതിനകത്ത് പിടിച്ചാൽ മാത്രം മതി. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ക്യാപ്സിക്കം, ചെറുതായി വഴറ്റി കൊടുക്കുക. ലേശം മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, ലേശം ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർക്കുക. ഇതൊന്ന് മാറ്റി വയ്ക്കാം. അരച്ച് വെച്ചേക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു പകുതി ഉണക്കമുളക് കൂടി ചേർത്ത് അരച്ചതാണ്. ഇതൊന്ന് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. അത് സോട്ടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പനീർ ചെറിയ പീസാക്കാം. അതിലേക്ക് നമ്മൾ ഈ കഷ്ണമാക്കിയ പനീറും നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്നു സവാളയും ക്യാപ്സിക്കവും തക്കാളിയും ഒക്കെ ടോപ്പിങ്ങിനുള്ള സാധനമായി. ഇനി നമ്മൾ പിസ്സ കുക്ക് ചെയ്യാനുള്ള പിസ്സ ബേസ് കുക്ക് ചെയ്യാനുള്ള സാധനമാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ഓവൻ ഇല്ലാത്തത് കൊണ്ട് ആദ്യം നല്ല കുഴിയുള്ള അടികട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. പാത്രം ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് ഇടുക. താഴെ ഒരു ലെയർ ഉപ്പ്, 1 കപ്പ് ഉപ്പ് മതി. ഇതിൻ്റെ നടുവിലേക്ക് ഒരു പാത്രം വെക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. പാത്രം ചൂടാവുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പിസ്സ ബേസ് പരത്തിയെടുക്കാം. വെച്ച മാവ് രണ്ടാക്കിയിട്ട് കടലമാവിലോ ഏതെങ്കിലും പൊടിയിലോ നമുക്കിത് ഇങ്ങനെ മുക്കിയെടുത്തിട്ട് പരത്തിയെടുക്കാം. ഇനി ഒരു ഫോർക്ക് എടുത്ത്
ഹോൾസ് ഇടുക. ഇങ്ങനെ ഹോൾസ് ഇടുന്നത് ഈവനായിട്ട് പൊങ്ങാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ചില ഭാഗം പൊങ്ങിയും ചില ഭാഗം താങ്ങുമായിരിക്കും. ഇതിനെ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ പിസ്സ സോസ്, അത് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച സവാളയും ക്യാപ്സിക്കവും തക്കാളിയും മുകളിൽ വയ്ക്കുക. പനീർ സ്ലൈസ് ചെയ്തിടുക. ഇതിൻ്റെ മുകളിലേക്ക് ലേശം ചീസ്. നമ്മൾ ഒരു ചെറിയ പ്ലേറ്റ്, അതായത് നമ്മുടെ പാത്രത്തിൽ വെക്കാൻ പറ്റുന്ന പ്ലേറ്റ്. അപ്പം നമ്മുടെ പ്ലേറ്റ് നല്ലപോലെ ചൂടായിട്ടുണ്ട്, നല്ല ആവി വരുന്നുണ്ട്. ഇതിലേക്ക് വയ്ക്കുക. ഇനി ഒരു 10 മിനിറ്റ്സ് ഇത് അടച്ച് വേവിക്കുക. ഈ സമയത്ത് നമുക്ക് നമ്മുടെ അടുത്ത പിസ്സ ബേസ് പരത്താം. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നോക്കട്ടെ. കുഴപ്പമില്ല, നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എടുത്തുള്ളത് വേവാനായിട്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ യമ്മി പിസ്സ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.